ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം നൽകുന്നു. അപ്പോൾ ന്യൂസിലാൻഡ് AJK ഫാമിലിയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇന്ന് ന്യൂ ഇയർ ആയിട്ട് ഒരു ബീഫ് കട്ട്ലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കണേ. അപ്പോൾ ബീഫിന് ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, ഗരം മസാല എല്ലാമായിട്ട് വേവിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ എല്ലാം സബോള, ഇഞ്ചി, പച്ചമുളക് എല്ലാ സാധനങ്ങളും ചോപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മൾ ഉരുളക്കിഴങ്ങ് സ്മാഷ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ നമ്മൾ നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചേക്കണം സബോളയും കറിവേപ്പിലയും ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ മല്ലിയില എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് വഴറ്റി ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മസാലപ്പൊടിയൊക്കെ ഇടുന്നത്. അപ്പോൾ ഇത് ഒരുവിധം നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വഴറ്റണം. അപ്പം ഇതിലത്തെ എല്ലാ വെള്ളമയം എല്ലാം കളയണം. അപ്പോൾ അത്യാവശ്യം അടിപൊളിയായിട്ട് ബീഫ് നമ്മുടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ബീഫ് ഞാൻ സൈഡിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലത്തെ വെള്ളം നന്നായിട്ട് വറ്റിച്ച് കളയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ നന്നായി തിളപ്പിച്ച് കുക്കറിൽ ഇട്ട് നന്നായി തിളപ്പിച്ച് അതിൻ്റെ വെള്ളം കളയാണ്. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ നമ്മളിത് എല്ലാ പൊടികളും ഇട്ടിട്ട് ഗരം മസാല ഇട്ടു, കുരുമുളക് പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു, പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ ലാസ്റ്റ് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റി ഇനി നമ്മൾ ഇറച്ചി നന്നായിട്ട് അതിൻ്റെ വെള്ളം കളഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്തോട്ട് അതും ഒരു ചോപ്പറിനകത്തോട്ടിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഈ മസാലയ്ക്കകത്ത് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഈ വെള്ളമൊക്കെ ഒരുവിധം വറ്റി തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് വെള്ളം കളയണം. വെള്ളം കളഞ്ഞിട്ട് പിന്നെ അടുത്ത ടാസ്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് ചൂടാറിയിട്ട് വേണം നമ്മൾ ചോപ്പറിനകത്തോട്ട് ഇടാൻ വേണ്ടി. പെട്ടെന്ന് ചൂടാറാൻ വേണ്ടി തന്നെ ഒരു ഫാനിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് കേട്ടോ ചൂടാറ്റുന്നത്. ഇതുപോലെ തന്നെയായിരുന്നു ഞാൻ മറ്റേ അന്ന് കേക്കിൻ്റെ മിക്സും ചൂടാറ്റാൻ വേണ്ടി വെച്ചായിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം അതൊന്ന് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കണം മസാലയ്ക്കകത്തോട്ട് ഇട്ടു. ഇനി അതിനകത്ത് കിടന്നിട്ട് നന്നായി വഴറ്റണം. ഇതിനിടയ്ക്ക് ഞാനൊരു സംഭവം കൂടി ചെയ്തു. കുറച്ച് ക്യാരറ്റ് എടുത്തിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്ത് അത് ഇതിനകത്തോട്ട് ഇട്ട് നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ബീഫ് കട്ട്ലറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കണേ. അങ്ങനെ അതും വഴറ്റി കഴിഞ്ഞ ശേഷം നമ്മൾ സ്മാഷ് ചെയ്ത് വെച്ചേക്കണം പൊട്ടറ്റോ ഇട്ടു. അങ്ങനെ ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. വഴറ്റി നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പും എല്ലാം നമ്മൾ അതിനിടയ്ക്ക് ടേസ്റ്റൊക്കെ നോക്കി. ഇനി നെക്സ്റ്റ് ടാസ്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി ചൂടാറിയതിന് ശേഷം ഒരുവിധം ചൂടാറിയതിന് ശേഷം ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് നമ്മുടെ കയ്യിലകത്ത് തന്നെ വെച്ച് ഞാൻ ചെറിയ ചെറിയ കട്ട്ലേറ്റ് ഉണ്ടാക്കണേ. അധികം വലുപ്പത്തിൽ ഉണ്ടാക്കുന്നില്ല, പക്ഷെ കുറച്ച് നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് കയ്യിനകത്തിട്ട് വെച്ച് നന്നായി ഉരുട്ടി ചെറിയൊരു ഷേപ്പിൽ ഇങ്ങനെ ആക്കിയെടുക്കുന്നുണ്ട്. അപ്പം ഒരു പാത്രത്തിനകത്തോട്ട് ഇങ്ങനെ എല്ലാം ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പിന്നെ പൊരിക്കാൻ പോണത്. അപ്പം ചെറിയ ചെറിയ ഉണ്ടാക്കി ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചു കേട്ടോ. ഇനി അടുത്തത് ചിലരൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, ബ്രെഡ് മുട്ടയും രണ്ടും കൂടി യൂസ് ചെയ്യുന്നത്. ഞാൻ പക്ഷേ മുട്ട മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ മുട്ടയുടെ വെള്ളയും ഉണ്ണിയും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിന് സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണ ഓരോ കട്ട്ലേറ്റും നമ്മുടെ മുട്ടയ്ക്കകത്ത് മുക്കി നന്നായിട്ട് ചൂടായിട്ടിരിക്കുന്ന പാത്രത്തിനകത്തോട്ട് ഇട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പം എണ്ണ അത്യാവശ്യം എന്താ പറയുക ഒരു ഷാലോ ഫ്രൈ ചെയ്താൽ മതി, അധികം ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട. അപ്പം ഞാൻ അങ്ങനെ ഓരോന്നും എടുത്തിട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട്. അപ്പം ഇത് ഒരു സൈഡ് ഒന്നായ ശേഷം ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം മറിച്ചിട്ട് നന്നായിട്ടൊരു ബ്രൗൺ കളർ ആവണ വരെ നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതങ്ങനെ എല്ലാം പറക്കിയിട്ട് നോക്കി ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് തിളച്ച് വേവുന്നുണ്ട് കേട്ടോ. അതിന് ഒരു സൈഡ് ഇനി തിരിച്ചിട്ട് കൊടുത്തപ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി 2-3 പ്രാവശ്യം ഇങ്ങനെ തിരിച്ചിട്ട് അത് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇത് ഒരുവിധം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ 2-3 പ്രാവശ്യം മറിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ കൈ കൊണ്ട് ആക്ഷൻ കാണിക്കുന്നത് 2 പ്രാവശ്യം ഞാൻ തിരിച്ചിട്ടെന്നാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനൊരു ടിഷ്യൂ പേപ്പറിനകത്തോട്ടാണ് ഇത് കോരി വെച്ചേക്കണത്. അപ്പോൾ എന്തെങ്കിലും ഒരു എണ്ണമയം ബാക്കിയുണ്ടെങ്കിൽ അത് അതിനകത്തോട്ട് വലിച്ചെടുക്കാൻ വേണ്ടി. അപ്പോൾ വീണ്ടും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ അത്രയ്ക്കുള്ളൂ. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്ന എല്ലാവർക്കും ബൈ.